ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സാധാരണയായിട്ടുള്ള ചായക്കട നിങ്ങൾ കാണാറില്ലേ? അതുപോലൊരു ചായക്കട ഈ കഥയിലുണ്ട്. എന്നാൽ ഈ ചായക്കടയുടെ പിന്നാമ്പുറത്ത് അടുക്കളയിൽ അവിചാരിതമായിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. മനുഷ്യ ശരീരം അത് പച്ചയ്ക്ക് വെട്ടിമുറിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നാട്ടിൻ പുറത്തെ ഒരു ചായക്കടയിൽ ഇതുപോലൊരു കാര്യം നടക്കുന്നത്. ഇംഗ്ലീഷ് കൊറിയൻ സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൻ പുറത്തും ഇങ്ങനെയൊക്കെ നടക്കുമോ? എന്തായിരിക്കും അതിന്റെ പിന്നിലെ ആ ഒരു കാരണം? ആരാണ് ആ ഒരു ഹോട്ടലുകാരൻ? അതുപോലെ തന്നെ ഈ ഇടയായിട്ട് നാട്ടിൽ നടന്ന ഒരു കൊലപാതകം, അത് ചെയ്തവൻ ആരാണ്? അവനും ഈ ഒരു ഹോട്ടലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കുറെ അധികം മിസ്റ്ററികൾ തന്നെ ഉണ്ട്, കുറെ ട്വിസ്റ്റുകളുണ്ട്. ഇതെല്ലാം കഥയുടെ അവസാനം മാത്രമേ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു നോർമൽ ക്ലൈമാക്സ് അല്ല ഈ ഒരു മൂവിക്കുള്ളത്, കുറച്ച് ഡിഫറന്റ് ആണ്. എന്തായാലും കഥയുടെ അവസാനം കുറച്ചധികം ട്വിസ്റ്റുകളുണ്ട്. എന്നാ പിന്നെ പോവല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യ. കഥയുടെ ആരംഭത്തിൽ ഒരു ഹോട്ടലിന്റെ പിൻഭാഗത്ത് ഒരാൾ ഇരുന്നുകൊണ്ട് ഒരു മനുഷ്യ ശരീരം അരിവാൾ ഉപയോഗിച്ച് വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ പേര് സുബ്ബണ്ണ എന്നാണ്. അങ്ങനെ സുബ്ബണ്ണ വെട്ടിമുറിച്ച ആ മനുഷ്യ ശരീരത്തിന്റെ കഷ്ണം ഈ ഹോട്ടലിൽ തന്നെ പാകം ചെയ്യുന്ന അടുപ്പുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് കത്തിച്ച് പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കുകയാണ്. ഇതിനുശേഷം നന്നായിട്ട് ചൂടുവെള്ളത്തിൽ ആ രക്തമൊക്കെ കഴുകിക്കളയാണ്. ആരാണ് ഈ സുബ്ബണ്ണ? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് പതിയെ പതിയെ മനസ്സിലാക്കാം. അടുത്ത സീനിൽ ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ SIയെ കാണിക്കുകയാണ്. മൂപ്പരെ ഭാര്യ വിളിക്കുന്നുണ്ട്, എന്തായി ട്രാൻസ്ഫർ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നോക്കാം, നീ ഇപ്പൊ ഫോൺ വെക്കുന്ന പറഞ്ഞിട്ട് ഈ SI നേരെ വിളിക്കുന്നത് IG ആണ്. IGയോട് ട്രാൻസ്ഫറിന്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ, നീ ആദ്യം നിനക്ക് ഇപ്പൊ കിട്ടിയ ആ ഒരു കേസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്ക്, എന്നിട്ട് നമുക്ക് നോക്കാം ട്രാൻസ്ഫറിന്റെ കാര്യമൊക്കെ. അതായത് ഈ SIക്ക് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം. കാരണം എന്താ വെച്ചാൽ ഭാര്യ അവിടെയാണല്ലോ, ഭാര്യക്ക് തീരെ സുഖവുമില്ല. അടുത്ത സീനിൽ നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ഒരു സുബ്ബണ്ണയെ കാണിക്കുകയാണ്. ഇയാൾക്കൊരു ഹോട്ടലാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനെ പോലെ, ഒരു ചായക്കടക്കാരനെ പോലെ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നു, വരുന്ന ആൾക്കാർക്ക് ആ ഒരു ഭക്ഷണം കൊടുക്കുന്നു, ഇടയിൽ FM പാട്ടെല്ലാം വെച്ച് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കട പുറത്തുനിന്ന് കാണുമ്പോൾ. ഇപ്പൊ അതിലൂടെ ഒരു ബസ് പോവാണ്. ബസ്സിന്റെ ഒച്ച കേട്ടപാട് ഇയാൾ അടുക്കളയുടെ ബേക്കിലേക്ക് ഓടുകയാണ്. എന്നിട്ട് ഒരു ഇച്ചിരി നാണത്തോട് കൂടിയിട്ട് ആ ബസ്സിന്റെ മുന്നിലിരിക്കുന്ന ഒരു സ്ത്രീയെ നോക്കുകയാണ്. ആ സ്ത്രീയും അതേ നാണത്തോട് കൂടിയിട്ട് തന്നെ സുബ്ബണ്ണയെ നോക്കുകയാണ്. അടുത്ത സീനിൽ വീണ്ടും സ്റ്റേഷനിൽ കാണിക്കുകയാണ്. നമ്മുടെ SI സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ MLA മത്സരിക്കുന്ന ഒരാളുണ്ട്. അപ്പൊ ഇയാൾ വന്നിട്ട് എന്തോ സെക്യൂരിറ്റിയോ അങ്ങനെ എന്തോ വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ കാര്യം എന്ന് SIക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു വനിതാ പോലീസ് പറയുന്നുണ്ട്, സാറേ അയാള് പേഴ്സണൽ സെക്യൂരിറ്റി വേണമെന്നൊക്കെയാണ് പറയുന്നത്, ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ MLA മത്സരിക്കാൻ പോകുന്ന ഇയാളുടെ അടുത്തേക്ക് SI പോയിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയാണ്, എന്തായാലും ഇലക്ഷനിൽ ഞാൻ തന്നെ ജയിക്കും, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകും. ഇപ്പോൾ SI പറയാണ്, എനിക്ക് മുകളിൽ നിന്ന് മോഡർ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. എന്തായാലും ഒരു ഇത്തിരി ദേഷ്യത്തിലാണ് ഈ മത്സരിക്കാൻ പോകുന്ന ആളും അതുപോലെ തന്നെ കൂടെയുള്ള ആൾ ഇവിടുന്ന് പോകുന്നത്. മാത്രമല്ല കൂടെയുള്ള ചെറുക്കൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ ആളെ ഇവിടെ നോക്കിക്കോ. ഇതിനുശേഷം ഇവർ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുബ്ബണ്ണയുടെ കടയിലേക്ക് പോകണം. എന്നാൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ബാക്കിയുണ്ട്, അത് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ MLA ആയി മത്സരിക്കാൻ പോകുന്ന ആൾക്കല്ല, കൂടെ നിൽക്കുന്ന ആ ഒരു ചെറുക്കനാണ് ദേഷ്യം വരുന്നത്. ബാക്കിയുള്ളത് തരാൻ എന്റെ ലീഡർ എന്താടാ പട്ടിയായിട്ടാണോ ആ രീതിയിൽ സംസാരിക്കുന്നത്? എന്നാ ഈ മത്സരിക്കുന്ന ആൾ ചോദിക്കാണ്, എടാ ഇത് നീ ഉള്ളിൽ നിന്ന് ചോദിച്ചാണോ? എന്തെങ്കിലും ആവട്ടെ. അല്ല സുബ്ബണ്ണ, നിങ്ങളുടെ അനിയനില്ല, അവനെവിടെ പോയി? ഇപ്പൊ ആ കടയിലുണ്ടായിരുന്ന ചില ആൾക്കാർ പറയണ, അവന്റെ കാര്യമൊന്നും പറയാത്തേ നല്ലത്, ഈ ചെറുക്കൻ നന്നായിട്ട് അധ്വാനിക്കുക, ഇവന്റെ അനിയനാണെങ്കിൽ അത് തിന്നു മുടിച്ച് നാട് ചുറ്റി നടക്കുക. എന്തായാലും ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ സ്റ്റേഷനിലേക്ക് കാണിക്കുകയാണ്. ഇപ്പൊ SI ഉണ്ടല്ലോ, ഈ സ്റ്റേഷനിലേക്ക് വന്ന പുതുതായിട്ടുള്ള ഓരോ ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അടുത്ത സീനിൽ വീണ്ടും സുബ്ബണ്ണയെ കാണിക്കുകയാണ്. സുബ്ബണ്ണ ഹോട്ടലിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി മേടിക്കാനായിട്ട് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നാണ് എപ്പോഴും പച്ചക്കറി മേടിക്കാറ്. മാത്രമല്ല ഇവിടെയുള്ള ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു കോൺസ്റ്റബിളിന്റെ ഭാര്യയാണ് ഈ ഒരു സ്ത്രീ. അടുത്ത സീനിൽ വീണ്ടും സ്റ്റേഷനിൽ തന്നെ കാണിക്കുകയാണ്. അതായത് ഇവരുടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന വിജയ് എന്ന ചെറുപ്പക്കാരൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. സോ ഈ ഒരു കാര്യം SI അറിഞ്ഞു. എല്ലാവരും കൂടെ അവനെ പിടിക്കാനായിട്ട് ഇവന്റെ പുറകാലെ പോവാണ്. കാരണം നേരത്തെ ആ ഒരു IG വിളിച്ചു പറഞ്ഞല്ലോ, ഈ വിജയുടെ കേസ് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇവനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ഉള്ളൂ എന്ന്. അതുകൊണ്ട് ഇവന് രക്ഷപ്പെട്ട എങ്ങനെ കേസ് തെളിയിക്കാനാ? അതുകൊണ്ട് കഷ്ടപ്പെട്ട് അവന്റെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. ഒരു ഘട്ടത്തിൽ അവനെ പിടിക്കുന്നുണ്ട്. എന്നാൽ വിജയ് എങ്ങനെയൊക്കെയോ കുതറി മാറി ഓടുകയാണ്. ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ SI അവന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അവന് പോടാനൊന്നും കഴിയുന്നില്ല. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു സൈഡിലേക്ക്, ഒരു കൊക്ക പോലെയുള്ള സ്ഥലത്തേക്ക് അവൻ എടുത്ത് ചാടുകയാണ്. പിന്നെ അവൻ രക്ഷപ്പെട്ടു. അടുത്ത സീനിൽ വീണ്ടും സുബ്ബണ്ണയെ കാണിക്കുകയാണ്. സുബ്ബണ്ണ ഹോട്ടലിൽ നിന്നും എങ്ങോട്ടോ പോകാൻ നിൽക്കുമ്പോൾ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ട്, ഇത് അവന്മാരാണ്, എലികൾ ശല്യം കുറച്ച് കൂടുന്നുണ്ട്. ഇതും പറഞ്ഞ ബേക്ക് ഭാഗത്തേക്ക് ഈ ഒരു സുബ്ബണ്ണ പോയി നോക്കുമ്പോൾ അത് എലിയായിരുന്നില്ല, പോലീസുകാരുടെ നിന്ന് രക്ഷപ്പെട്ട ആ ഒരു വിജയ് ഉണ്ടല്ലോ, അവനായിരുന്നു. ഇപ്പൊ അവനിങ്ങനെ ഇയാളെ കാല് പിടിച്ച് പറയുന്ന പോലെ പറയാണ്, ദയവ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തണം, പോലീസുകാർ പിന്നാലെയുണ്ട്, എന്നെ ഒറ്റ കൊടുക്കരുത്. സുബ്ബണ്ണ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് ആരോ വാതിൽ തട്ടുന്നുണ്ട്. ഇപ്പൊ വിജയ്ക്ക് മനസ്സിലായി മിക്കവാറും അത് പോലീസുകാരായിരിക്കും. അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി പോലെ എന്തോ ഒന്ന് കഴുത്തിൽ വെച്ചിട്ട് പറയാണ്, ദയവ് ചെയ്തിട്ട് എന്നെ കാണിച്ചു കൊടുക്കരുത്, അങ്ങനെ കാണിച്ചു കൊടുത്താൽ ഇവിടെ വെച്ച് ഞാൻ കഴുത്തറുത്ത് മരിക്കുന്ന പറയാണ്. സുബ്ബണ്ണ ആകെ ഒരു ആശയക്കുഴപ്പത്തിലാവുകയാണ്. എന്തായാലും സുബ്ബണ്ണ പോയിട്ട് പിന്നീട് വാതിൽ തുറക്കാണ്. വിചാരിച്ചതുപോലെ തന്നെ പോലീസുകാരായിരുന്നു. എന്നാൽ അവനെ തേടി ഇങ്ങോട്ടേക്ക് വന്നതല്ല, ഓടി ക്ഷീണിച്ചത് കൊണ്ട് ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. അപ്പൊ ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ കാലിന് വയ്യാത്ത ഒരു തന്നെ ഓടുന്നത് കണ്ടായിരുന്നു എന്ന്. അപ്പൊ SI പറയണേ, നമ്മളെന്നെ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് ഇത്രയും നേരം എടുത്തു, അവൻ
അവൻ വേറെ ഏതെങ്കിലും വഴിക്ക് പോയിട്ടുണ്ടാവും. പിന്നീട് ചായ മേടിച്ച് ചായ കുടിക്കുന്ന സമയത്ത് SI ഫോട്ടോ കാണിച്ചു കൊടുക്കാണ്, വിജയുടെ ഫോട്ടോ. എന്നിട്ട് ആ ഒരു ഫോട്ടോയിലുള്ളവനെ കണ്ടോ എന്നെങ്ങാനും ചോദിക്കുകയാണ് ഈ സുബണ്ണയോട്. സുബണ്ണയുടെ ഉള്ളിൽ ഒരു പേടിയൊക്കെ ഉണ്ട്. ഇപ്പൊ സുബണ്ണ ചോദിക്കണം, അല്ല സാറേ ഇവൻ എന്താ ചെയ്തത്, വല്ല മോഷണേറ്റ് ആണോ? ഇപ്പൊ പോലീസുകാർ പറയണേ ഹേയ് അല്ല, ഒരു കൊലപാതകമാണ്. ഇത് കേട്ടപ്പോൾ സുബണ്ണ വീണ്ടും പേടിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസുകാർ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ചില്ലറ സുബണ്ണ എടുത്തു കൊടുക്കുമ്പോൾ പോലീസുകാർ ചോദിക്കണം, അല്ല ഞങ്ങൾ കറക്റ്റ് കാശാണല്ലോ തന്നത്, അല്ല നിങ്ങൾ എവിടെ ഈ ചിന്തിച്ചിരിക്കുന്നത്, കാശിലേക്കൊന്നും അല്ല നോക്കുന്നത്, നിങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുബണ്ണ ഇങ്ങനെ പരിങ്ങി കളിക്കുകയാണ്. അതായത് ഉള്ളിൽ നല്ല പേടിയുണ്ട്. അങ്ങനെ പോലീസുകാർ പോയി കഴിഞ്ഞപ്പോൾ നേരെ ബേക്കോട്ട് പോവാണ്. ഉള്ളിൽ നല്ല പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു മർഡർ കേസിലെ പ്രതിയാണ് ബേക്കിൽ വന്നിരിക്കുന്നത്. എന്നാൽ സുബണ്ണ ബേക്കിലേക്ക് പോയി നോക്കുമ്പോൾ നമ്മുടെ വിജയ്ക്ക് ബോധമില്ലായിരുന്നു. കാലിൽ ബുള്ളറ്റ് കയറിയിട്ട് നല്ല മുറിവായിട്ടുണ്ട്. ആ ഒരു മുറിവെല്ലാം നന്നായിട്ട് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വിജയ്ക്ക് ബോധം വരുന്നത്. അപ്പൊ സുബണ്ണ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കണ്ടപ്പോൾ നീ ഒരു നിരപരാധിയായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്നത്. നിന്റെ കാലം ഓക്കെ ആവുന്ന അപ്പം തന്നെ നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിക്കണം. അതുപോലെ തന്നെ നിന്റെ ലൈഫിൽ എന്ത് സംഭവിച്ചത്, എന്തായാലും നീ അത് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. എന്ത് കുടുക്കിലാടാ നീ പെട്ടുപോയത്, പറയാൻ പറ്റുമെങ്കിൽ പറയാന്ന് സുബണ്ണൻ പറയാണ്. ഇപ്പൊ വിജയ് കുറച്ച് വിഷമത്തോട് കൂടിയിട്ട് അവന്റെ കഥ പറയാൻ തുടങ്ങുകയാണ്. ചെറുപ്പം മുതലേ ഒരു അനാഥാലയത്തിലാണ് അവൻ വളർന്നത്. വലുതായപ്പോൾ അവൻ അവിടെ നിന്നൊക്കെ വന്നു. മാത്രമല്ല അവൻ ആകെ ഉണ്ടായിരുന്നത് അവന്റെ ഒരേ ഒരു കൂട്ടുകാരൻ മാത്രമാണ് കേട്ടോ. രണ്ടുപേരുടെ ഇടയിലും അത്രയും വലിയ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അതുപോലെ ഈ ഒരു വിജയ് പഠിക്കുന്നത് പുറത്തായിരുന്നു. പെട്ടെന്ന് അവന്റെ കൂട്ടുകാരൻ അവനെ ഈ നാട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്തോ അത്യാവശ്യ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന സമയത്ത് വിജയോട് അവന്റെ കൂട്ടുകാരൻ പറയണണ്ടാ, ഞാൻ നല്ലൊരു പെൺകുട്ടിയെ നോക്കി വെച്ചിട്ടുണ്ട്, ഉറപ്പായിട്ട് നീ അവളെ വിവാഹം കഴിക്കണം എന്ന് പറയണം. എന്നാൽ വിജയ് ഇത് പെട്ടെന്നൊന്നും സമ്മതിക്കുന്നില്ല. വിജയ് പറയുന്നത്, ആദ്യം നീ കല്യാണം കഴിക്കും, നീ സെറ്റാവ്, എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കാന്നാണ്. എന്നാൽ ഇതേ വർത്താനം തന്നെയാണ് വിജയുടെ കൂട്ടുകാരനും പറയുന്നത്, ആദ്യം നീ വിവാഹം കഴിക്കുന്നത്. ഇപ്പൊ ദേഷ്യം വന്ന് വിജയ് അവന്റെ കഴുത്തിന് കയറി പിടിക്കണം. പറയടാ എന്താ നിന്റെ ഉദ്ദേശം? ഇതേ സമയത്ത് തന്നെ കൂട്ടുകാരൻ പറയണം, എടാ നീ ആദ്യം പോയിട്ട് ആ ഒരു പെണ്ണിനെ കാണും, എന്നിട്ട് തീരുമാനിക്കാം. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് രണ്ടുപേരും ചെല്ലുകയാണ്. പെൺകുട്ടിക്കും ഇതുപോലെ തന്നെ കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം വേണ്ടെന്നൊക്കെയാ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ ചെറുക്കനെ പോയി ഒന്ന് കാണ്, എന്നിട്ട് തീരുമാനിക്കുന്നത്. അങ്ങനെ വിജയ് വന്നിട്ട് ആ ഒരു പെണ്ണ് കാണുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. രണ്ടുപേർക്കും പിന്നെ ഇഷ്ടമാവുകയാണ്. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ, കറക്കം തുടങ്ങുകയാണ്. ഫുള്ള് റൊമാൻറ്റിക് ആയി ചുറ്റി നടന്ന്. ആ ഒരു സമയത്ത് വിജയ് അവന്റെ കൂട്ടുകാരനുമായിട്ടുള്ള ആ ഒരു സംസാരവും കമ്മ്യൂണിക്കേഷൻ ഒക്കെ കുറവായിരുന്നു കേട്ടോ. എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷം രണ്ടുപേരുടെയും വിവാഹം കഴിയാണ്. രണ്ടുപേരും ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇവന് വേണ്ടിയിട്ടുള്ള ഹണിമൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ അവന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഇത്രയും കാശ് എവിടെ നിന്നാണ് നിന്റെ കയ്യിൽ നിന്ന്? സ്വാഭാവികമായിട്ടും വിജയ്ക്ക് സംശയം തോന്നി ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, നീ എന്തായാലും പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാടാന്ന് പറയണം. അങ്ങനെ വിജയ് അവന്റെ പെണ്ണിനെയും കൂട്ടി ഹണിമൂണിന് പോവാണ്. ആഘോഷം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിജയ്ക്ക് ജോലി കിട്ടുകയാണ് കേട്ടോ. ആ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ടേ കൊടുത്തത് തന്നെ ഇവന്റെ കൂട്ടുകാരായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വിജയുടെ ഭാര്യയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാണ്. അല്ല നിങ്ങൾ ഈ ഒരു നാട് വിട്ടു പോവാണോ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുക? എനിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്, നിങ്ങളും കൂടെ എന്നെ കൊണ്ടുപോകുന്നു ചോദിക്കുമ്പോൾ വിജയ് പറയാണ്, നോക്കട്ടെ ജോലിയൊക്കെ എങ്ങനെയാണ്, അതിന്റെ സാലറിയും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, പിന്നെ സാഹചര്യം നോക്കണ്ടേ, അധികം വൈകാതെ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു പറയാണ്. അങ്ങനെ വിജയ് പുതിയ ജോലി കിട്ടിയതല്ലേ, അവിടുന്ന് ഭാര്യയെ തനിച്ചാക്കിയിട്ട് പോവാണ്. പക്ഷെ ഭാര്യയുടെ കാര്യമാണെങ്കിൽ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. വിജയുടെ കൂടെയുള്ള ഒരു കുറച്ച് സമയം അവൾ അത്രയും സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ അവനെ വല്ലാതെ മിസ് ചെയ്യാണ്. ഉറങ്ങാൻ കിടന്നാൽ വരെ അവൾക്ക് ഉറക്കാൻ വരില്ല. അതുപോലെ തന്നെ വിജയ് ജോലിയിലേക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ, ചെറിയ ലീവ് കിട്ടുമ്പോൾ വരെ അവൻ ഇങ്ങോട്ടേക്ക് വന്നു പോകും. ആ ഒരു ചെറിയ സമയം വരെ ഇവർ ആഘോഷിക്കുകയാണ്. പിന്നീട് അവൻ തിരിച്ചു പോകുന്ന സമയത്ത് രണ്ടുപേർക്കും അത്രയും വിഷമമായിരിക്കും. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കടന്നു പോകാൻ കേട്ടോ. സത്യം പറഞ്ഞ വിജയ് അവന്റെ ഭാര്യയുടെ കൂടെ 20 ദിവസത്തിന്റെ താഴേക്ക് ഒരുമിച്ച് നിന്നിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് അവനൊരു കത്ത് കിട്ടുകയാണ്. കത്ത് അയച്ചത് അവന്റെ കൂട്ടുകാരനാണ്. അപ്പൊ കത്തിന്റെ തുടക്കത്തിൽ തന്നെ കൂട്ടുകാരൻ പറയുന്നത്, മനസ്സിന് ധൈര്യം കൊടുക്കണം, ഞാൻ പറയുന്ന കാര്യം നീ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ. അതായത് നിന്റെ ഭാര്യ അത്ര നല്ല സ്വഭാവക്കാരിയല്ല, അവളൊരു പിഴയാണ്. നാട്ടിലെ തന്നെ വേറെ ഏതോ ഒരു ചെറുക്കനുമായിട്ട് എന്തോ ഒരു ബന്ധം അവൾക്കുണ്ട്. അവന്റെ കൂടെ കറങ്ങി നടക്കലാണ് ഇപ്പൊ അവളുടെ ഹോബി. എന്തോ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടു പരിചയപ്പെട്ടു എന്നല്ല പറയുന്നത്, എന്താണെന്നും വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ അവളുടെ കൂട്ടുകാരിയുമായിട്ട് ഇതുപോലെ സംസാരിച്ചു. അതേസമയത്ത് തന്നെ നിന്റെ ഭാര്യയുടെ കൂട്ടുകാരിയും പറയുന്നത് അവൾക്കും ഈ ഒരു കാര്യത്തിൽ നല്ല സംശയമുണ്ട് എന്നാണ്. നിന്റെ ഭാര്യയുടെ കൂട്ടുകാരിയും പറയുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് നിന്നോട് ഞാൻ ഒരു കാര്യം പറയാണ് വിജയ്, ജോലിയേക്കാൾ പ്രധാനം നിന്റെ കുടുംബമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണം എന്ന് പറയണം. എന്തായാലും ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വിജയ് ആകെ ഷോക്കായി പോവാണ്, തളർന്ന് വീണു പോവാണ്. ഇത്രയും സ്നേഹിച്ച ഭാര്യ അവനെ ചതിക്കുവോ? എന്തായാലും അവൻ പിന്നീട് ജോലിയുടെ കാര്യമോ ട്രെയിനിങ്ങിന്റെ കാര്യമോ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലേക്ക് വരികയാണ്. സത്യം പറയുകയാണെങ്കിൽ അവന്റെ ഭാര്യ, അതായത് സംഗീത എന്ന അവളുടെ പേര്, അവളാകെ ഞെട്ടിപ്പോയി. വിജയോ നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നു കേട്ടോ. എന്നാൽ വിജയുടെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. വിജയ് കാര്യങ്ങൾ ചോദിക്കുകയാണ്, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, ഞാൻ കണ്ടതും കേട്ടതൊക്കെ സത്യമാണെന്ന് ചോദിക്കുമ്പോൾ സംഗീതം ഒന്നും മിണ്ടുന്നില്ല. കുറച്ചേരം അങ്ങനെ ഇരുന്നിട്ട് അവൾ കരയാൻ തുടങ്ങുകയാണ്. പിന്നെ നീ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയില്ല, എനിക്കത് പറ്റുന്നില്ല. ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ വിജയ്ക്ക് ആകെ മാനസിക നില തെറ്റിയതുപോലെ ആകുവാണ്. ഇപ്പൊ നേരെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. കൂട്ടുകാരനുണ്ടല്ലോ രവി, അവന്റെ കൂടെ പോയിട്ട് ബാറിലിരുന്ന് നന്നായിട്ട് മദ്യപിക്കുകയാണ്. ഇപ്പൊ രവിയും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാന്ന്. അങ്ങനെ മദ്യപിച്ചതിന് ശേഷം ഈ വിജയ് നേരെ വീട്ടിലേക്ക് വരികയാണ്. അവനപ്പോ വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു മങ്ങിയ അവസ്ഥയിൽ അവനൊരു കാഴ്ച കാണുകയാണ്. അവന്റെ ഭാര്യയും അതുപോലെ തന്നെ
അവളുടെ കാമുകനെയും. വിജയെ കണ്ടതും അവൻ ആ ഒരു റൂമിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ വിജയെ സംഗീത വിജയ് വിജയ് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് എത്തിയ വിജയ് അവളുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി അടിക്കുകയാണ്. അപ്പൊ തന്നെ അവന്റെ ബോധവും പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയായി നോക്കുമ്പോൾ കുറച്ച് പോലീസുകാർ വന്നിട്ടാണ് അവനെ പൊക്കിയെടുക്കുന്നത്. നോക്കുമ്പോ എന്താ, ഇന്നലെ രാത്രി സംഗീത മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ വഴക്കും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് അയൽവാസികളും പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും വേണം. വഴക്കിനിടയിൽ ഈ ഒരു വിജയ് സംഗീതയെ അടിച്ചു കൊന്നു. ആ രീതിയിൽ കേസ് വന്നു. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിജയ് ഇപ്പോ നമ്മുടെ സുബണ്ണയോട് പറയണം കേട്ടോ. സുബണ്ണയ്ക്കാണെങ്കിൽ വിജയെ കണ്ടപാട് തന്നെ എന്തോ വല്ലാത്തൊരു സഹതാപം തോന്നി, പാവം തോന്നി. അപ്പൊ അവനോട് പറയണം, സുഖാവുന്നതുവരെ നീ ഇവിടെ നിന്നോ, അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് കാര്യം പറയണമെന്ന്. ഇപ്പൊ വിജയ് പറയണം അതിന്റെ ആവശ്യമില്ല, കാരണം രവിയെ മിക്കവാറും പോലീസുകാർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അടുത്ത സീനിൽ SI കാണിക്കുകയാണ്. ഈ ഒരു വിജയെ തേടിക്കൊണ്ട് അങ്ങനെ നടക്കാൻ കേട്ടോ. ഇപ്പൊ ഭാര്യ വിളിക്കുന്നുണ്ട്. എന്തായി ട്രാൻസ്ഫറിന്റെ കാര്യമൊക്കെ ശരിയായെന്ന് ചോദിച്ചിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫോൺ വെച്ച് IG വിളിക്കുകയാണ്. ഇപ്പൊ IG ചോദിക്കുന്നുണ്ട്, അല്ല ആ വിജയ് എവിടെ പോയി, അവന് കിട്ടിയോ എന്നൊക്കെയാണ്. അപ്പോ SI ഒരു കാര്യം പറഞ്ഞിട്ട്, സാറേ അധിക ദൂരം ഒന്നും പോകാൻ സാധ്യതയില്ല, അവന്റെ കാലിന് ഞാൻ വെടിവെച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോ IG വീണ്ടും റൈസ് ആവാണ്. നീ മണ്ടത്തരത്തിന്റെ മേലെ മണ്ടത്തരം കാണിക്കുകയാണല്ലോ, ഇനി എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആകെ പണി വാളെന്ന് IG പറയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ വിജയുടെ കൂട്ടുകാരൻ രവി ഉണ്ടല്ലോ, അവന്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഒരു വക്കീലിനെ കാണാൻ വേണ്ടി പോവാണ്. വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇതെന്താണ് നിങ്ങൾ ഒരു വക്കീലിന്റെ അടുത്തേക്ക് വരാൻ ഇത്ര വൈകിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ വിജയുടെ കൂട്ടുകാരൻ രവി ഉണ്ടല്ലോ, അവൻ തന്നെ പറയാണ്, സാറേ എനിക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നു ആ കാര്യത്തിൽ. ഞാനും വിചാരിച്ചിരുന്നത് ഈ വിജയ് തന്നെയായിരിക്കും സംഗീതയെ കൊന്നിട്ടുണ്ടാവുക എന്ന്. അതുകൊണ്ടാണ് ഞാൻ വക്കീലിന്റെ അടുത്തൊന്നും പോവാതിരുന്നത്. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വക്കീൽ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ സ്റ്റേഷനിലുണ്ട് കേട്ടോ. ഒരു ലേഡി പോലീസാണ്. അവരെ കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ലേഡി പോലീസ് പറയുന്നത് വിജയ് ഇതുപോലെ ചാടിപ്പോയിട്ടുണ്ട്, കാലിന് വെടിയേറ്റിട്ടുണ്ട്. അതുപോലെ ആ ഒരു പെണ്ണ് സംഗീത, അവളുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. കേസ് അതിന്റേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാന്ന് ഇപ്പോ വക്കീലും പറയാണ്. അടുത്ത സീനിൽ സുബ്ബണ്ണയുടെ ചായക്കടയിൽ കാണിയാണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുള്ള ഒരു പയ്യനുണ്ട്. അവന് തൽക്കാലം നമുക്ക് കേടി എന്ന് വിളിക്കാം. അപ്പൊ ഈ കേടി ഇങ്ങനെ കടയിൽ വന്ന് ഇരുന്നിട്ട് പറയണ, എന്റെ സുബ്ബണ്ണ, നിങ്ങൾ എപ്പോഴും ഈ ദോശ ഇഡ്ഡലിയും അല്ലാണ്ട് വേറൊന്നും ഉണ്ടാക്കലില്ലേ, എന്നെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റി പിടിക്കുന്നു പറയണം. ഇതേ സമയത്ത് തന്നെ സുബ്ബണ്ണയുടെ ശ്രദ്ധ പുറത്തേക്കാണ് കേട്ടോ. ആ ഒരു ബസ് വരുന്നത് നോക്കി, ബസ് വരുന്നതെന്ന് കാണുമ്പോൾ നേരെ പുറത്തേക്ക് ഓടും, അതായത് ബേക്ക് ഭാഗത്തേക്ക് ഓടും. ആ ഒരു ലേഡി ഉണ്ടല്ലോ, അവരങ്ങനെ നോക്കി നിൽക്കും. രണ്ടുപേരും കണ്ണുകളിലൂടെ പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറാൻ ഇന്നേ വരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഇതിനുശേഷം അങ്ങോട്ടേക്ക് വന്ന രണ്ട് പോലീസുകാർ, ഒരു ലേഡി പോലീസും പിന്നെ ഒരു കോൺസ്റ്റബിളും, രണ്ടുപേരും വന്നിട്ട് ഒരു ചായ പറയുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു കോൺസ്റ്റബിൾ ഒരു കടി എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ സുബ്ബണ്ണ ചെന്നിട്ട് പറയണം, അത് നിങ്ങൾ എടുക്കണ്ട, ഞാൻ എടുത്തുതരാം, നിങ്ങൾ കൈയൊന്നും കഴുകിയിട്ടില്ലല്ലോ. എന്നിട്ട് ആ ഒരു ബിസ്ക്കറ്റ് എടുത്തു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഈ ഒരു കോൺസ്റ്റബിളിനെ പോകാൻ സമ്മതിക്കാതിരുന്നത് തൊട്ടപ്പുറത്തെ മുറിയിലാണ് ആര് കിടക്കുന്നത്, നമ്മുടെ വിജയ് കിടക്കുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് ചെറിയ ശബ്ദവും കേൾക്കുന്നുണ്ട്, അവനിങ്ങനെ ചുമക്കുന്നതും കരയുന്നതൊക്കെ ആയിട്ടുള്ള ആ ഒരു ശബ്ദം. ഇതേ സമയത്ത് തന്നെ ഈ ഒരു കോൺസ്റ്റബിളിനും ലേഡി പോലീസിനും കോള് വരുന്നുണ്ട്. SI ആണ് ഇപ്പോൾ ഇവരെന്തോ ഒരു റിപ്പോർട്ട് മേടിക്കാൻ വിട്ടാണ്, ഇത്രയും പെട്ടെന്ന് തന്നെ വരണം എന്ന് പറയണം. അപ്പോൾ ഈ ഒരു ചായ ഒന്നും മുഴുവൻ കുടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇതിനുശേഷം സുബ്ബണ്ണ നേരെ വിജയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന് ചീത്ത പറയാൻ വേണ്ടി പോവാണ്. ഒച്ച ഉണ്ടാക്കാതെ ഇരുന്നോടറാ വന്നിട്ട്. എന്നാൽ വിജയെ പോയി നോക്കുന്ന സമയത്ത് ഇവന്റെ വായിൽ തുണി തിരികിയിട്ട് കരച്ചിലിന്റെ ആ ഒരു ഒച്ച പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അവന്. കാരണം കാലിൽ ബുള്ളറ്റ് ഉണ്ട്. ആ ഒരു ബുള്ളറ്റ് ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. അതിന്റെ ആ ഒരു പഴുപ്പ് എല്ലാത്തിന്റെയും കൂടെ വേദനയായിട്ട് ചെക്കൻ കിടന്ന് എന്താ പറയാ പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദന കൊണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ചായക്കടയിൽ നിന്ന് പോയ ആ ഒരു പോലീസുകാർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, എന്താണ് SI ഇങ്ങനെ ഈ ഒരു കേസിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഇപ്പൊ കോൺസ്റ്റബിൾ പറയാണ്, അത് പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണൽ മാറ്ററാണ്. ഈ ഒരു കേസ് തെളിയിച്ചാൽ ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും ഉണ്ട്, ഈയിടെ അബോർഷൻ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു നാട്ടിൽ നിന്ന് പോകണമെന്നാണ് രണ്ടുപേർക്കും ആഗ്രഹം. അടുത്ത സീനിൽ വീണ്ടും സുബ്ബണ്ണയുടെ ആ ഒരു ചായക്കടയിൽ കാണിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന വേറൊരു കോൺസ്റ്റബിൾ, പോലീസുകാർ കുറെ പേരുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഒരു കോൺസ്റ്റബിളിനെ നിങ്ങൾ നോക്കി വെച്ചോട്ടോ. അപ്പൊ ഈ ഒരു കോൺസ്റ്റബിൾ വന്നിട്ട്, അല്ല സുബ്ബണ്ണ, എന്താ ഭക്ഷണത്തിനൊക്കെ വേറൊരു മണം എന്ന് പറയാണ്. സുബ്ബണ്ണ ആകെ ഞെട്ടിപ്പോയി. ഇപ്പൊ ബാക്കിയുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മണമുണ്ടോ? നിനക്ക് മണമുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും മണമുണ്ടോ? ഇപ്പൊ ആരും മണമില്ല എന്ന് പറയണം. അപ്പൊ നിനക്ക് മാത്രമായിട്ട് എന്താ ഒരു മണം? നീ വെറുതെ എന്റെ കച്ചവടത്തെ വെറുതെ വെള്ളത്തിലാക്കാൻ നോക്കല്ലേ, നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കാണ്ട് പോയിക്കോ, പൈസ ഒന്നും തരണ്ടെന്ന് പറയണം. ഇപ്പൊ ആ ഒരു കോൺസ്റ്റബിളും വലുതായിട്ട് ചൂടാവുന്നൊന്നുമില്ല. അല്ല സുബ്ബണ്ണ, ഒരു സ്മെല്ല് വന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സുബ്ബണ്ണ ഇപ്പൊ ആ ഒരു കോൺസ്റ്റബിളിനെ പറഞ്ഞേക്കാണ്. അതായത് അടുക്കളയിൽ അവൻ കിടക്കുന്നുണ്ട്. ചിലപ്പോ ആ ഒരു സ്മെല്ലാണെങ്കിലും ഈ ഒരു കോൺസ്റ്റബിളിന് കിട്ടിയത്. വീണ്ടും സ്റ്റേഷനിൽ കാണിക്കാണ്. നമ്മുടെ SI ആണെങ്കിൽ ഈ ഒരു കേസ് തെളിയിക്കാനും പറ്റുന്നില്ല, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫയലും കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് ബാക്കിയുള്ളവർ കാണുമല്ലോ. അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട്, ഇയാൾക്കെന്താ വാട്ടായോ, ഒരു കേസ് തെളിയിച്ചില്ല വെച്ച് ഇത്ര വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ രാത്രിയിൽ സുബ്ബണ്ണയുടെ കടയിൽ കാണിക്കുകയാണ്. അവിടുന്ന് ഇപ്പോ നമ്മുടെ ഒരു വിജയ് എങ്ങനെയൊക്കെയോ എഴഞ്ഞഴഞ്ഞ് അടുക്കളയുടെ ഭാഗത്ത് പോയിട്ട് അവിടെ നിന്ന് ഒരു അരിവാൾ എടുക്കുന്നുണ്ട്. ഇതിനുശേഷം കാലിലൊരു മുറി ഉണ്ടാക്കിയിട്ട് ആ ഒരു ബുള്ളറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് വേദന കൊണ്ട് അവനൊരു കരച്ചിൽ കരഞ്ഞു. ഇതേ സമയം അതിലൂടെ പോയൊരു പോലീസുകാരൻ ഈ ശബ്ദം കേൾക്കാണ്. പെട്ടെന്ന് തന്നെ സുബ്ബണ്ണയുടെ ആ ഒരു ഹോട്ടൽ റൂമിന്റെ വാതിൽ തട്ടുകയാണ്. സുബ്ബണ്ണ ആകെ പേടിച്ചുപോയി. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ, എന്താടാ എന്തോ ഒരു കരച്ചിൽ കേട്ടെന്ന് വെച്ചപ്പോ ഇപ്പൊ സുബ്ബണ്ണ പറയണം, അത് പിന്നെ എന്റെ കാലൊന്ന് കുത്തിപ്പോയി, അതുകൊണ്ട് ഞാൻ തന്നെ കരഞ്ഞു പോയതാ സാറേ, അല്ലാണ്ട് ഇവിടുന്ന് വേറെ കരച്ചിൽ കേൾക്കാന്. ആ ശരിയെന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ അവിടെ നിന്ന് പോവാണ്. ജീവൻ തിരിച്ചു കിട്ടിയ സുബ്ബണ്ണ നേരെ അടുക്കളയിലേക്ക് ഓടിച്ചെല്ലാണ്. വിജയെ കുറെ ചീത്ത പറയുന്നുണ്ട്, നീ എന്താ കുടുക്കാൻ നോക്കുകയാണോ? ഇപ്പൊ
വിജയും ദയനീയമായിട്ട് തന്നെ പറയാണ്, സുബണ്ണ എനിക്ക് വയ്യാൻറ്റ സുബണ്ണ, ആ ഒരു ബുള്ളറ്റ് കാലിൽ കിടന്ന് പഴുത്ത് എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനതങ്ങ് കീറിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ബുള്ളറ്റ് ഇപ്പോൾ സുബണ്ണയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടല്ലേ, അധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പൊയ്ക്കോളാന്ന് പറയാണ്. അതുപോലെ ഹോസ്പിറ്റലിലേക്ക് പോയ നമ്മുടെ എസ് ഐ ഉണ്ടല്ലോ, എസ് ഐക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതായത് സംഗീതയുടെ ദേഹത്ത് നിന്നും 2 ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഭർത്താവായിട്ടുള്ള വിജയുടെ ഫിംഗർ പ്രിന്റ് ആണ്. എന്നാൽ അവളുടെ കഴുത്തിലും ഈ മുഖത്തിന്റെ ഭാഗത്തൊക്കെയുള്ള ആ ഒരു ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്നത് അത് വേറെ ആരുടെയോ ഫിംഗർ പ്രിന്റ് ആണ്. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ വിജയെ കാണിക്കുകയാണ്. അവൻ നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് അവന്റെ തലയിൽ ആരോ ഗണ്ണ് വെക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അത് അവന്റെ ഒരു സ്വപ്നമായിരുന്നു. സ്വപ്നത്തിൽ അവൻ പേടിച്ചെഴുന്നേൽക്കാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് സുബണ്ണ വന്ന് നോക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ നന്നായിട്ട് പനിക്കുന്നുണ്ട്, കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ആവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് സുബണ്ണ വേഗം കടയിലേക്ക് പോവാണ്. കാരണം കസ്റ്റമേഴ്സ് ഒക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഇടയിലാണ് ആ ഒരു ബസ് വരുന്ന കാര്യം ഈ സുബണ്ണ കാണുന്നത്. പെട്ടെന്ന് തന്നെ ബേക്കിലേക്ക് പോകുമ്പോൾ ഈ കടയിലേക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു കേടി ഉണ്ടല്ലോ, അവന് നന്നായിട്ട് അറിയാം ബസ് വരുമ്പോൾ സുബണ്ണ നേരെ ബേക്കിലേക്ക് പോകുന്നു. ആ ഒരു സമയം നോക്കിയിട്ട് ഈ കേടി പതുക്കെ ഈ അടുക്കളയുടെ ഭാഗത്തേക്ക് വരാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട സുബണ്ണ അവിടെ ചീത്ത പറയാണ്, ഏയ് ഇതെന്തിനാ ഇങ്ങോട്ട് വരുന്നത്, പൊയ്ക്കോന്ന് പറയാണ്. പിന്നീട് ആ ഒരു ബസ്സിലേക്ക് നോക്കാനായിട്ട് സുബണ്ണ പോകുമ്പോൾ ഈ കേടി വീണ്ടും വരികയാണ്. സുബണ്ണക്കാകെ ദേഷ്യം വന്നു, നീ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്, ഞാൻ പറഞ്ഞല്ലേ വരണ്ടാന്ന്. ഇപ്പൊ ഈ ഒരു കേടിയും ചോദിക്കുകയാണ്, ഇതെന്താണ് ഇവിടെ വല്ല നിധിയുണ്ടോ, ഇങ്ങോട്ട് കയറാൻ പാടില്ലേ, ഓ ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനും അവിടുന്ന് പോവാണ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ സുബണ്ണ വേഗം ആ ഒരു ബസ്സിലേക്ക് നോക്കാൻ ചെന്നപ്പോൾ ബസ് അപ്പോഴേക്കും പോയി കഴിയാണ് കേട്ടോ. എന്നാൽ ഇത് കണ്ടപ്പോൾ നമ്മുടെ സുബണ്ണ ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ്. ഇത് ആര് കാണുന്നുണ്ട്, ബേക്കിൽ പച്ചക്കറി വെക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, കോൺസ്റ്റബിളിന്റെ ഭാര്യ, ആ സ്ത്രീ കാണാണ്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്റെ സുബണ്ണ നിങ്ങൾ എന്തിനെങ്ങനെ ബസ്സിലേക്ക് വായി നോക്കിയിരിക്കുന്നത്, ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം, നല്ല സ്ത്രീയാന്ന്. എന്തായാലും കുറച്ച് നിരാശയോട് കൂടിയിട്ട് ഇപ്പൊ സുബണ്ണ നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുകയാണ്. ഇപ്പൊ അവിടെ വിജയുണ്ട്. ഇപ്പൊ വിജയ് സുബണ്ണയോട് പറയണ, സുബണ്ണ ഞാൻ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, ആ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ നിങ്ങൾ അധികം ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ബാംഗ്ലൂരിലേക്ക് പോകണം, അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ നിങ്ങൾക്ക് പറ്റുമോ. ഇപ്പൊ സുബണ്ണ പറയണ, ഹേയ് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള എല്ലാ കാര്യം ഞാൻ ചെയ്തു തരാന്ന് പറയണം. അങ്ങനെ സുബണ്ണ നേരെ അവന് വേണ്ടിയിട്ടുള്ള ഷർട്ടും പാന്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് ടൗണിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ എസ് ഐ കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വിളിക്കുന്നുണ്ട്, കുറച്ച് റഫായിട്ട് തന്നെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുകയാണോ, എന്താന്ന് വെച്ചാൽ തുറന്നു പറ, ഞാനിപ്പോ വിളിക്കുന്നത് എവിടുന്നാന്ന് അറിയോ, ആശുപത്രിയിൽ നിന്ന്, എനിക്കിപ്പോ കുറച്ച് സീരിയസ് ആയിട്ടുണ്ട്, നീയൊക്കെ എന്തിനാടാ ഒരു കെട്ടിയോനെന്ന് പറഞ്ഞ് നടക്കുന്നത്, പെണ്ണിനെ മര്യാദക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ആ ഒരു പരിപാടിക്ക് നിൽക്കരുത്, എപ്പോ നോക്കിയാലും ഒരു ഡ്യൂട്ടി ഡ്യൂട്ടി ഡ്യൂട്ടി. ശരിക്കും എസ് ഐക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ വല്ലാതെ ഷോക്കായി പോവാണ് കേട്ടോ. കാരണം എന്താ പറയാ, മുകളിൽ നിന്ന് ഭയങ്കര പ്രഷർ, വീട്ടിൽ നിന്ന് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള പെരുമാറ്റവും. ഇതേ സമയത്ത് തന്നെ സുബണ്ണ നമ്മുടെ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രവും അതുപോലെ തന്നെ മരുന്നും കാര്യങ്ങളൊക്കെ മേടിച്ച് അവന്റെ അടുത്തേക്ക് വരികയാണ്. 4:15 അതായത് രാത്രി 4:15 ബാംഗ്ലൂരിലേക്ക് ബസ് ഉണ്ട്. ആ ഒരു സമയത്ത് പോകുന്നതാണ് കുറച്ചും കൂടെ സേഫ്. പിന്നെ കുറച്ച് കാശും അതുപോലെ തന്നെ വസ്ത്രവും ഇതൊക്കെ കൊടുക്കുമ്പോൾ വിജയ്ക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹം തോന്നുകയാണ് സുബണ്ണയോട്. സുബണ്ണ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഒരു സഹോദരനെ പോലെ തോന്നുകയാണ്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇപ്പൊ സുബണ്ണ പറയണേ, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി നീ ഒരു പാവാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ സഹായിക്കുന്നത്. എന്തായാലും മരുന്നെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങുക, നമുക്ക് രാവിലെ 4:15 എഴുന്നേൽക്കണ്ട. ഇതും പറഞ്ഞ് സുബണ്ണ അവിടെ നിന്ന് പോവാണ്. കറക്റ്റ് അലാറം വെച്ച് ആ ഒരു സമയത്ത് എഴുന്നേറ്റ് സുബണ്ണ വന്ന് നോക്കുമ്പോൾ നമ്മുടെ വിജയ്ക്ക് പനിയൊന്നുമില്ല കേട്ടോ, ശരീരത്തിന് ചൂടും കാര്യങ്ങളൊന്നുമില്ല. എഴുന്നേൽക്കുന്നു പറഞ്ഞിട്ട് അവനെ വിളിക്കുമ്പോൾ അവനിപ്പോൾ എഴുന്നേൽക്കുന്നില്ല. തെന്തവിനെ പറ്റിയെന്ന് വെച്ച് ശ്വാസം നോക്കുമ്പോൾ വിജയ്ക്ക് ശ്വാസമില്ല, ആ ചെറുക്കൻ മരണപ്പെട്ടു പോയി. സുബണ്ണൻ നിലവിളിച്ചുകൊണ്ട് ബേക്കിലേക്ക് അങ്ങ് വീഴാണ്, ദൈവമേ എന്ന് വിളിച്ചിട്ട്. കാരണം ഇതെന്താ നോക്കിയേ, ഒരാളിങ്ങനെ രക്ഷപ്പെട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു, അയാൾ ഇവിടെ കിടന്ന് മരണപ്പെട്ടിരിക്കുകയാണ്, ഇതെന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ നിലവിളിക്കുകയാണ്. പിന്നെ ഇയാളുടെ തല ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അവസാനം ഇതെന്ത് ചെയ്യും, ഈ ശരീരം എന്ത് ചെയ്യും, ഒന്നും നോക്കിയില്ല. ആ ഒരു അർദ്ധരാത്രിയിൽ വിജയുടെ ബോഡി ഒരു ചാക്കിലാക്കിയിട്ട് സൈക്കിളിൽ കയറ്റി അങ്ങനെ പോവാണ്. ഇപ്പൊ 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സുബണ്ണ വീണ്ടും വിറച്ചു പോവാണ്. ആ കൂട്ടത്തിൽ രാവിലെ ഹോട്ടലിൽ സ്മെല്ല് ഉണ്ടെന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ നോക്കിയിട്ട് സുബണ്ണ പറയണ, ഈ സമയത്ത് വേസ്റ്റ് കളയാൻ പോവാ, നിങ്ങളല്ലേ രാവിലെ വന്നിട്ട് പറഞ്ഞത് കടയിൽ ഭയങ്കര നാറ്റാന്ന്, അതുകൊണ്ട് അവിടെയുള്ള എല്ലാ വേസ്റ്റും ഞാൻ നീക്കം ചെയ്തു. എന്റെ സുബണ്ണ നിങ്ങൾ ഇപ്പൊ പോണ്ട, ഇപ്പൊ അങ്ങോട്ടേക്ക് തിരിച്ചില്ല, സമയം ഇപ്പൊ രാത്രി 3 മണിയാണ്, രാവിലെ ഏറ്റവും കൊണ്ടുകളി മനുഷ്യന്ന് പറയണം. എന്തായാലും സുബണ്ണ ഇപ്പൊ ആ ഒരു ചാക്കുമായിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ചെത്തുകയാണ്. തലയും തല്ലി കരയാണ്, ദൈവമേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഇതെന്താ ഈ ഒരു സംഭവം മാത്രമാണോ, വേറെ എന്തെങ്കിലുമൊക്കെ സുബണ്ണയ്ക്ക് നടന്നിട്ടുണ്ടോ എന്താ അറിയില്ല കേട്ടോ. പിന്നെ കുറെ നേരം ഒരു മരം പോലെ അങ്ങനെ ഇരുന്ന് സുബണ്ണ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, വെട്ടിക്കൂട്ടി അടുപ്പിലിട്ട് ആ ബോഡി അങ്ങ് ഇല്ലാതാക്കുക. അങ്ങനെ തന്നെ ചെയ്യാണ്. അതായത് നമ്മുടെ വിജയുടെ ആ ഒരു ബോഡി വാക്കുത്തി എടുത്തുകൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിക്കുകയാണ്. ഒരുപാട് രക്തം അവിടെ ആവുന്നുണ്ട്, എല്ലാം നല്ല വൃത്തിയിൽ കഴുകുന്നുണ്ട്. അതുപോലെ തന്നെ വെട്ടിയിട്ട കഷ്ണങ്ങളൊക്കെ അടുപ്പിലിട്ട്, വലിയ അടുപ്പാണല്ലോ ഹോട്ടലല്ലേ, അതിലിട്ട് മുഴുവനായിട്ടും കത്തിച്ച് തീർത്ത് കളയാണ്. എന്താണെന്നറിയില്ല, ഈ ഒരു സംഭവം ഇയാളെ മാനസികമായിട്ട് എന്തോ ഒരു ചേഞ്ച് വരുത്തിയെന്ന് തോന്നുന്നു. ഇയാൾ പിന്നീട് അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് ഒരു പാട്ടെല്ലാം വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. എന്നാൽ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ചെയ്ത ആ ഒരു നോർമലായിട്ടൊരു മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അവനിരുന്ന് ചെയ്തത്. ആ ഒരു കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെയുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ആ ഒരു മുറിയിലേക്ക് വന്ന് ആ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ എന്താണോ സുബണ്ണ മറക്കാൻ ശ്രമിക്കുന്നത് അതേ കാര്യം തന്നെ സുബണ്ണയ്ക്ക് ഓർമ്മ വരികയാണ്. അടുത്ത സീനിൽ സ്റ്റേഷനിൽ കാണിക്കുകയാണ്. എസ് ഐയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായിട്ട് വരികയാണ് കേട്ടോ. അയാൾ
ഈ ഒരു കേസിന്റെ പിന്നാലെ തല പോകാൻ ഞാൻ ആലോചിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവും കിട്ടുന്നില്ല, ആ ഒരു പ്രതിയും കിട്ടുന്നില്ല. അടുത്ത സീനിൽ വീണ്ടും സുബ്ബണ്ണയുടെ കട കാണിക്കുകയാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് കേടി വന്നിട്ടുണ്ട്. അവനിപ്പോ ഇന്ന് എന്തൊക്കെ ഫുഡ് ഉണ്ട് എന്ന് എഴുതി വെക്കുന്ന ഒരു ബോർഡിലേക്ക് നോക്കുമ്പോൾ എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താ സുബ്ബണ്ണ, ഇന്ന് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നിനക്ക് എന്താ വേണ്ടേ ചെക്കാ, അത് കഴിച്ചിട്ട് പോന്ന് പറയാണ്. ഇതേ സമയത്തിന് രണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ പോലീസുകാരെ കാണുമ്പോൾ തന്നെ സുബ്ബണ്ണയുടെ കാലും കൈയും വിറക്കാൻ തുടങ്ങും. ഇതെന്താ ഇത്ര സ്പെഷ്യൽ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുമ്പോൾ സുബ്ബണ്ണ പറയാണ്, അത് പിന്നെ എന്റെ മുത്തശ്ശിയുടെ ഓർമ്മ ദിവസമാണ്, അതുകൊണ്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ പോലീസുകാർ കഴിക്കാൻ വേണ്ട സാധനങ്ങൾ പറയാണ്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നല്ലോ ആ ഒരു സംഗീതയുടെ കൊലപാതകത്തിൻ്റെത്. അപ്പോൾ ഈ പോലീസുകാരും നാട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു വിജയ് അതൊരു പാവം പയ്യനാ, അവനെല്ലാം ഒരു കൊലപാതകം ചെയ്തത്. സുബ്ബണ്ണയും ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, ആ ചെറുക്കൻ മരണപ്പെട്ടു പോയില്ലേ, അവന്റെ ബോഡി വരെ ഇന്ന് ഈ ലോകത്തില്ല. അതുപോലെ തന്നെ വിജയുടെ കൂട്ടുകാരൻ രവിയോടും വക്കീൽ ഈ ഒരു കാര്യം ചെന്ന് പറയുന്നുണ്ട്. രവിക്കും ഇത് വല്ലാത്തൊരു ഷോക്കായിരുന്നു കേട്ടോ. അവൻ നിന്ന് കരയാൻ തുടങ്ങാണ് ഇപ്പോൾ. എന്താ വെച്ചാൽ ഒരു സമയത്ത് രവിയും വിചാരിച്ചിരുന്നത് സംഗീതയെ കൊന്നത് ദേഷ്യം കൊണ്ട് ഈ വിജയ് തന്നെ ആയിരിക്കുമെന്നാ. അവനെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമത്തിൽ അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അടുത്ത സീനിൽ വീണ്ടും സുബ്ബണ്ണയുടെ ഹോട്ടലിൽ കാണിക്കുകയാണ്. ആ ഒരു സ്മെല്ല് പിടിക്കുന്ന കോൺസ്റ്റബിൾ ഇന്നും രാവിലെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പറയണം, സുബ്ബണ്ണ കാര്യമായിട്ട് എന്തോ മണക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സുബ്ബണ്ണക്ക് ദേഷ്യം വരികയാണ്. നീ വെറുതെ എന്റെ കച്ചവടം ഇല്ലാതാക്കരുതേ. ബാക്കിയുള്ളവരോടൊക്കെ സുബ്ബണ്ണ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്മെല്ലുണ്ടോ? ആർക്കും ഇല്ല. അപ്പൊ നിനക്ക് മാത്രം എന്താണ് ഇത്ര സ്മെല്ല് എന്ന് സുബ്ബണ്ണ ആ ഒരു കോൺസ്റ്റബിളോട് ചോദിക്കുകയാണ്. നിനക്ക് വേണ്ടെങ്കിൽ നീ പോന്ന് പറയാണ്. സുബ്ബണ്ണ ഇപ്പോൾ പതിവിലും കൂടുതലായിട്ട് ദേഷ്യത്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കോൺസ്റ്റബിൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇയാളുടെ ഭാര്യയാണ് ആ ഒരു പച്ചക്കറിയെല്ലാം വെക്കുന്ന സ്ത്രീ. അപ്പൊ ആ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, അല്ല ചങ്ങായി നിങ്ങൾക്ക് എന്തിന്റെ കേടാ, ആ ഒരു പാവം മനുഷ്യൻ കഷ്ടപ്പെട്ട് ആ ഒരു ഹോട്ടൽ നടത്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ സ്മെല്ല് ഭയങ്കരമായിട്ട് കിട്ടും. അതായത് ഈ ഒരു കോൺസ്റ്റബിളിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ഇയാൾക്ക് എന്ത് കാര്യമായാലും ഭയങ്കരമായിട്ട് സ്മെല്ല് പിടിക്കാൻ കഴിയും. എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ സ്മെല്ല് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് വെറുതെ എന്തിനാ ആ ഒരു പാവം മനുഷ്യനെ ഉപദ്രവിക്കാൻ പോകുന്നത്? ഇത് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലേഡി പോലീസ് ഉണ്ടല്ലോ, അവരിങ്ങോട്ടേക്ക് വരികയാണ്. എന്തിനാ വഴക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ ഈ ഒരു കോൺസ്റ്റബിളിന്റെ ഭാര്യ പറയാണ്. ആ ഇവിടെ കിടന്ന് വഴക്കൊന്നും കൂടണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ലേഡി പോലീസിനും ഈ ഒരു കോൺസ്റ്റബിൾ പറഞ്ഞതുപോലെയുള്ള ആ ഒരു സ്മെല്ല് ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. സോ അവർ കുറച്ച് സംശയത്തോട് കൂടിയിട്ട് സുബ്ബണ്ണയുടെ ആ ഒരു കടയിലേക്ക് നോക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുബ്ബണ്ണ കടയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഈ ഒരു പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, ഇവര് വന്നിട്ട് സുബ്ബണ്ണയോട് ക്ഷമ ചോദിക്കുകയാണ്. എന്റെ കെട്ടിയവനെ നിങ്ങൾ തെറ്റൊന്നും ധരിക്കരുത്, അയാൾക്ക് അങ്ങനെയാണ്, എന്ത് ചെറിയ കാര്യം കിട്ടിയാലും പെട്ടെന്ന് സ്മെല്ല് കിട്ടും, അയാൾ പണ്ടേ അങ്ങനെയാണ്. പിന്നെ കടയിൽ എലിയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ചത്ത് കിടക്കുന്നുണ്ടെങ്കിലും ഒന്ന് നോക്കിക്കോ കേട്ടോ, അവറ്റകളുടെ ശല്യം ഉണ്ടെങ്കിലും ഇതുപോലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് ഈ ഒരു പച്ചക്കറി വിൽക്കുന്ന സ്ത്രീ എന്തോ ഒരു വിഷം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഈ സുബ്ബണ്ണക്ക് കൊടുക്കുകയാണ്. എന്റെ വീട്ടിലേക്ക് മേടിച്ചാണ്, നിങ്ങൾ എന്തായാലും ഇത് എലി കെണി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷം നിങ്ങൾ കൊണ്ടുപോയിക്കുമെന്ന് പറയാണ്. സുബ്ബണ്ണ നോക്കാന്ന് പറയണം. മാത്രമല്ല ഈ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് ഇപ്പോൾ ചായ കുടിക്കാൻ വന്നല്ലോ, അയാളുടെ ടോർച്ച് അവിടെ മറന്നു വെച്ചിരുന്നു. ആ ഒരു ടോർച്ച് ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഇത് അവന്റെയാണ് തിരിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഇതിനുശേഷം കടയടച്ചിട്ട് സുബ്ബണ്ണ നേരെ ഇന്ന് ഇലക്ഷനാണ്, അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ സുബ്ബണ്ണയുടെ ഒരു അനിയനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചെറുക്കൻ അവിടെ അവന് കുറച്ച് ദിവസമായാലും കണ്ടിട്ട് അവനില്ലാത്തതുകൊണ്ട് ഒരു വോട്ട് മിസ്സായിന്ന് അവിടെ ഉള്ളവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുബ്ബണ്ണ പറയണ ആ ചെറുക്കന്റെ കാര്യം ഒന്നും പറയണ്ട, എത്ര ദിവസമായി എന്നറിയാം ഇങ്ങോട്ടേക്ക് വന്നിട്ട്. എന്തായാലും സുബ്ബണ്ണ വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. ഇതേ സമയത്തിന് നമ്മുടെ എസ് ഐ കാണിക്കുകയാണ്. എസ് ഐ വീണ്ടും ഈ വിജയുടെ വീടുണ്ടല്ലോ, അവന്റെ അയൽവാസിയോട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഈ സ്ത്രീയാണ് സാക്ഷി, അന്ന് രാത്രി ബഹളം ഉണ്ടായ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീ വീണ്ടും വിശദമായിട്ട് തന്നെ ഈ പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്താണ് എസ് ഐയുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുന്നത്. ഭാര്യ തന്നെയാണ് വിളിക്കുന്നത്. എപ്പോഴും പോലെ തന്നെ ഈ ഭാര്യ എസ് ഐ ചീത്ത പറയാണ്, നിങ്ങൾ എന്നാ ഒരു ജോലി റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്നാ ട്രാൻസ്ഫർ കിട്ടുക, നിങ്ങൾക്ക് എന്നെ വേണ്ടേ, ജോലി മാത്രം മതി എന്നുള്ള രീതിയിൽ അവളിങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പൊ എസ് ഐ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ഇവൾക്ക് എന്താ ഒരു രീതിയിലും എന്നെ മനസ്സിലാക്കാൻ പറ്റാതെ ദേഷ്യം കൊണ്ട് ഫോൺ എടുത്ത് ഒരേറ്റ ഏറിയാണ്. പിന്നെയാണ് ഇയാൾക്ക് ബോധം വന്നത്, ഫോൺ വേഗം എടുക്കുകയാണ്. ഇതിനുശേഷം അവിടുത്തെ അന്വേഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എസ് ഐ പോകുന്ന സമയത്ത് ഇയാളെ കാത്തുകൊണ്ട് നമ്മുടെ രവി കാണാൻ പോയ ഒരു വക്കീലുണ്ടല്ലോ, അയാൾ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ എസ് ഐയെ കൈ കാണിച്ച് നിർത്തിയിട്ട് ഈ വക്കീൽ ചില കാര്യങ്ങളൊക്കെ എസ് ഐയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കേസ് തെളിയിക്കാനായിട്ട് ഒരു പാവത്തിനെ പിടിച്ച് നിങ്ങൾ പ്രതിയാക്കി, പോരാത്തതിന് അവന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്തു, അവനെ ഇപ്പൊ നിലവിൽ കാണാനുമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ജോലി പോകും, അതിനുശേഷം നിങ്ങൾ ജയിലിലും ആകും. ഇതും പറഞ്ഞുകൊണ്ട് ഒന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വക്കീൽ കാറിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വക്കീലിനൊരു ആവശ്യമുണ്ട്, ഏതോ ഒരു കേസ് വക്കീലിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് മാറ്റണം. അപ്പൊ അതുപോലെ മാറ്റുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒതുക്കി തീർക്കാന്ന് പറയണം. ഇതിനുശേഷം ഈ ഒരു വക്കീൽ കാറിൽ പോയിരിക്കുമ്പോൾ എസ് ഐ ഇറങ്ങി വരികയാണ്. ആ ഒരു ഡോർ തുറന്നിരിക്കുമ്പോൾ ആ ഡോർ പിടിച്ച് ഒരേറ്റ അമർത്തിയിട്ട് നമ്മുടെ എസ് ഐ പറയാണ്, ഫ്രസ്ട്രേഷന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്, വെറുതെ എന്നിട്ട് ചൊറിയാൻ വന്നിട്ടില്ല, അടിച്ച് കണ്ണ് പൊടിച്ചോളെന്ന് പറയണം. വക്കീലാകെ പേടിച്ചു പോയി. എന്തായാലും ഏതൊരു ഉളയാണ്, അവനെന്തായാലും ഇനി എസ് ഐയെ ചൊറിഞ്ഞോണ്ട് വരില്ല തോന്നുന്നു. അടുത്ത സീനിൽ വീണ്ടും സുബ്ബണ്ണയുടെ ആ ഒരു ഹോട്ടൽ കാണിക്കുകയാണ്. രാവിലെ ആയിട്ടുണ്ട്, അപ്പോൾ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പോൾ വരും, അതുകൊണ്ട് തന്നെ ആ ഒരു ടേബിളെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരാള് ആദ്യത്തെ കസ്റ്റമർ ആയിട്ട് ഇങ്ങോട്ട് കയറി വരികയാണ്. മറ്റാരുമല്ല, സുബ്ബണ്ണ സൈറ്റ് അടിക്കുന്ന ആ ഒരു സ്ത്രീയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു മകനും. പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് സുബ്ബണ്ണയ്ക്ക് കിട്ടുന്നില്ല. വേഗം തന്നെ അടുക്കളയിലേക്ക് പോവാണ്. മറിഞ്ഞിരുന്നുകൊണ്ട് ഈ ഒരു സ്ത്രീയെ സൈറ്റ് അടിക്കുന്നുണ്ട്. ഇനി മതി, ഫുഡ് എന്താ വേണ്ടെന്ന് പോയി ചോദിക്കാന്ന് പറഞ്ഞിട്ട് സുബ്ബണ്ണ നേരെ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആദ്യം ഗ്ലാസ് എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. ഈ വെള്ളം നിറഞ്ഞു പോകുന്നൊന്നും സുബ്ബണ്ണ അറിയുന്നില്ല. ഇപ്പോൾ അവരുടെ ദേഹത്തായപ്പോൾ സോറി എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അപ്പോഴേക്കും കസ്റ്റമർ
കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങണം. സുബണ്ണ ഒരു ദോശ, സുബണ്ണ ഒരു ചായ, സുബണ്ണ ഒരു വട എന്ന് പറഞ്ഞിട്ട് ആകെ ഇറിറ്റേറ്റഡ് ആവുകയാണ്. സുബണ്ണ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് കടിച്ചു നിൽക്കുകയാണ്. ഒരവസരം കിട്ടിയിട്ട് അത് മുതലാക്കാൻ പറ്റിയില്ല. ഇതേ സമയത്തിന് ആ ഒരു സ്ത്രീ മകനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ് കേട്ടോ. സുബണ്ണ ഭയങ്കരമായിട്ട് നിരാശനായി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പയ്യൻ ഒരു ലെറ്ററുമായിട്ട് സുബണ്ണയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. സുബണ്ണയ്ക്ക് ഭയങ്കര സന്തോഷമായി. മിക്കവാറും അത് ആ ഒരു സ്ത്രീ എഴുതി കൊടുത്ത ശരിയായി. പിന്നെ നേരെ ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് റൂമിൽ ചെന്നു ആരും കാണാതെ ആ ഒരു കത്ത് വായിക്കാൻ തുടങ്ങുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഒരു സ്ത്രീ ആയിരുന്നു. കത്തിൽ ഇങ്ങനെയാണ്. ഫസ്റ്റ് കുറച്ച് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പറയാണ്, കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. എനിക്ക് കുഞ്ഞുങ്ങളില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ സമൂഹം എന്ത് പറയുന്നു, ആൾക്കാർ എന്ത് പറയുന്നു ഒന്നും ഞാൻ നോക്കില്ല. എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വരുന്നു പറയാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ സുബണ്ണയുടെ ഉള്ളിൽ ലഡു പൊട്ടുകയാണ്. ഈ പ്രായത്തിലും ഇതുവരെയായിട്ടും ഒരു പെണ്ണുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സുബണ്ണയ്ക്ക് ഇത് വലിയ കാര്യമാണ് കേട്ടോ. സോ ആ രീതിയിൽ തന്നെ സുബണ്ണ ഇത് ആഘോഷിക്കുകയാണ്. മറുപടി കത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് പകൽക്കിനാവ് കാണുക എന്ന് പറയില്ലേ, ഇതെല്ലാം കാണുകയാണ്. ആ ഹോട്ടലിൽ ഇരുന്ന് അരി അരക്കുന്നതും ബൈക്കിൽ ചുറ്റും കറങ്ങാൻ പോകുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സുബണ്ണ അങ്ങനെ സ്വപ്നത്തിലൂടെ കാണുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ എസ്ഐയെ കാണിക്കുകയാണ്. എസ്ഐ ഇപ്പൊ ഭാര്യയെ വിളിക്കണം. മാത്രമല്ല ഭാര്യയോട് ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. നാളെ വൈകുന്നേരം തന്നെ നമ്മൾക്ക് ട്രാൻസ്ഫർ കിട്ടും, നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. കാരണം ആ ഒരു കേസ് തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വൈകുന്നേരമല്ല രാത്രിയായി. സുബണ്ണയുടെ കടയിലുള്ള എല്ലാ കസ്റ്റമേഴ്സും പോയി കഴിഞ്ഞു. എല്ലാം വൃത്തിയാക്കി എടുത്തു വെക്കുന്ന സമയത്ത് കടയിലേക്ക് ആ ഒരു ലേഡി പോലീസ് വരികയാണ്. ലേഡി പോലീസ് വന്ന് പറയുന്നത്, സുബണ്ണ കട അടക്കല്ലേ, എനിക്ക് വല്ലാത്തൊരു തലവേദന, നിങ്ങൾ പോയിട്ട് ഒരു കഷായം കൊണ്ടുപോകാന്ന് പറയണം. സുബണ്ണ ആ ഒരു കഷായം ഉണ്ടാക്കാനായിട്ട്, അതായത് ഈ ചുക്ക് കാപ്പി എന്നൊക്കെ പറയുന്ന പോലെ എന്തോന്നാണ് അത് ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇപ്പൊ നമ്മുടെ എസ്ഐ ആ ഒരു ഷോപ്പിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് ഈ ലേഡി പോലീസിനോട് പറയണം, നിങ്ങൾ പോയിക്കോ, ഇനി ഞാൻ ഇവിടെ നിന്നുള്ളതാണ്. സുബണ്ണയുടെ മുന്നിൽ വെച്ച് ഈ രീതിയിൽ പറയുമ്പോൾ സുബണ്ണയുടെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. അറിയാലോ, ഒരു പാവം പച്ചയായിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ ഈ ഒരു എസ്ഐയും പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ കഷായം എടുക്കാനല്ലേ പോയത്, ഒരെണ്ണം എടുത്തോന്ന് പറയണം, എനിക്ക് വല്ലാത്തൊരു തലവേദന പോലെ. ഇതിനുശേഷം സുബണ്ണ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് അതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എസ്ഐ വരികയാണ്. എന്നിട്ട് ഈ സുബണ്ണ ഇങ്ങനെ നോക്കുമ്പോൾ സുബണ്ണ ശരിക്കും അങ്ങോട്ട് ഞെട്ടിപ്പോയി. ഇപ്പൊ സുബണ്ണ പറയാണ്, ചെരുപ്പിട്ടുകൊണ്ട് അടുക്കളയിലേക്ക് കയറാൻ പാടില്ല, അത് ഊരി വെച്ചിട്ട് വാന്ന് പറയണം. അങ്ങനെ ആ ഒരു ചെരുപ്പല്ല ഷൂ ഊരിക്കൊണ്ട് എസ്ഐ വന്നിട്ട് സുബണ്ണയോട് പറയണം, ഒന്നുമില്ല, ചുമ്മാ മധുരം കുറക്കണം എന്ന് പറഞ്ഞിട്ട് പറയാൻ വന്നേ ഞാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, സുബണ്ണ വാ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, വാ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു മെയിൻ ഹാളിലേക്ക് സുബണ്ണയെ കൂട്ടി പോവാണ്. എന്നിട്ട് കട്ടിലിരുന്നുകൊണ്ട് ഇപ്പൊ എസ്ഐ ചോദിക്കുകയാണ്, അല്ല സുബണ്ണ, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ആരൊക്കെയുള്ളത്? ഇപ്പൊ സുബണ്ണ ചെറുതായിട്ട് ചിരിച്ചുകൊണ്ടെന്ന് പറയാണ്, എനിക്ക് ആകെയുള്ളത് ഒരു അനിയനാണ്. അനിയൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ 2ാമത് വിവാഹം കഴിച്ചു, അതിലുള്ള പയ്യനാണ്. ചെറുക്കനൊരു തല്ലിപ്പൊലിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനെ. എന്ത് പറയാനാ, വല്ലപ്പോഴൊക്കെ അവനെ കാണാൻ കിട്ടുള്ളൂ. ഇതേ സമയത്തിന് എസ്ഐ ചോദിക്കുകയാണ്, അല്ല അവൻ വന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഏകദേശം ഒരു 3-4 മാസമായിട്ടുണ്ടാവും സാറേ. അവൻ അങ്ങനെ ഇടക്കൊന്ന് മുങ്ങും പിന്നെ വരും. ഓ അങ്ങനെയാണ് സുബണ്ണ, അങ്ങനെയാണ്. പിന്നെ ഈ 3 മാസമായി ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയുന്നില്ലേ, അപ്പൊ 2 ആഴ്ച മുന്നേ അവൻ ഈ ഒരു നാട്ടിലുണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടല്ലോ സുബണ്ണ. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. CCTVയും കാര്യങ്ങളൊക്കെ തെളിവായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് വെറുതെ സുബണ്ണ നിങ്ങൾ കള്ളം പറയാൻ നിൽക്കണ്ട. മാത്രല്ല ഇവിടെ വെച്ചാണ് സുബണ്ണയുടെ ആ ഒരു ബ്രദർ അനിയൻ അതാരാണെന്ന് നമ്മളെ കാണിക്കുന്നത്. നമ്മുടെ വിജയ് ഉണ്ടല്ലോ, മരിച്ചുപോയ നമ്മുടെ വിജയ്, അവന്റെ ഭാര്യയായിട്ടുള്ള സംഗീതയുമായിട്ട് റിലേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, ആ പയ്യനാണ് സുബണ്ണയുടെ അനിയൻ. അപ്പൊ ആ ഒരു പയ്യൻ സുബണ്ണയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് വന്ന് പോവാറുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ എസ്ഐയോട് പോയി പറഞ്ഞത് ആരാണ്? ആ ഒരു കേടി ഉണ്ടല്ലോ, അവനായിരുന്നു. അവന് ഈ ഒരു സുബണ്ണയുടെ അനിയന് ഒരു കൂട്ടുകാരെ തോന്നുന്നു. സോ അനിയനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേടി ഇടക്കിടക്ക് ഈ അടുക്കള ഭാഗത്തേക്ക് വരാൻ നോക്കിയത് കേട്ടോ. മാത്രമല്ല ഈ ഒരു കാര്യം പോയിട്ട് എസ്ഐയോട് പറയുന്നുണ്ടായി. അപ്പൊ ആ രീതിയിലാണ് ഈ എസ്ഐ സുബണ്ണയുടെ അനിയനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. അതിലൂടെ ഈ എസ്ഐക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനും പറ്റി. അതാണ് സുബണ്ണയോട് എസ്ഐ പറയുന്നത്, ഒരുപാട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് നുണ പറയാൻ നിൽക്കേണ്ട, കാര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ സുബണ്ണ കാര്യം പറയാണ്. അതായത് ഒരു 1.5 ആഴ്ച മുന്നേ രാത്രി ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് ടേബിളെല്ലാം തുടക്കുമ്പോൾ പെട്ടെന്ന് അവൻ ഭയങ്കരമായിട്ട് പേടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നു. അവൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ സുബണ്ണയോട് അനിയൻ ചോദിക്കുകയാണ്, എനിക്കൊരു 25,000 രൂപ കാശ് വേഗം വേണമെന്ന്. 25,000 രൂപയെ ഞാൻ ആ കാശ് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തു തരാനാണ്, നിനക്ക് എന്തിനാ ഇത്രയും കാശ് എന്നൊക്കെ സുബണ്ണ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ പറയാണ്, എനിക്കൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ ഈ കാശ് ഇപ്പൊ തരണം, എനിക്ക് ഈ ഒരു കാശ് തന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഇപ്പൊ സുബണ്ണ പറയാണ്, നിന്റെ ഈ ഒരു വെപ്രാളൊക്കെ കണ്ടിട്ട് നീ എന്തോ കാര്യമായിട്ട് ഒപ്പിച്ചു വന്നിട്ടുണ്ട്, സത്യം പറയടാ, നീ എന്താ ചെയ്തത്? നീ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് സുബണ്ണ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അവൻ കേൾക്കുന്നില്ല. ഇപ്പൊ സുബണ്ണ അവന്റെ ആ ഒരു ബാഗ് മേടിക്കുകയാണ്. അതിലുള്ള ആ ഒരു വസ്തുക്കളൊക്കെ കുടഞ്ഞ് താഴേക്ക് ഇടുന്നുണ്ട്. അതിൽ ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുടെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെ എല്ലാ ഫോട്ടോയും സുബണ്ണ നോക്കുകയാണ്. ഇതിന്റെ ഇടയിൽ സുബണ്ണയുടെ അനിയനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുകയാണ്. ഇപ്പൊ അവൻ പറയുന്നുണ്ട്, അണ്ണാ പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെയും കൊല്ലുന്നു പറയാണ്. ഇപ്പൊ സുബണ്ണയ്ക്ക് കാര്യമായിട്ട് മനസ്സിലായി ഇവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ടെന്ന്. എന്താ ചെയ്തെന്ന് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവൻ എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മുടെ വിജയുടെ വൈഫ് ഉണ്ടല്ലോ സംഗീത, അവളുമായിട്ട് ഒരു 6 മാസമായിട്ട് അവൻ റിലേഷനിലാണ്, ഏകദേശം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അവളുടെ ഹസ്ബൻഡ് വന്നതിന് ശേഷം അവൾ ഈ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യാണ്, നിർത്താൻ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതെ വിഷമായി. എനിക്ക് പല ഉദ്ദേശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ നിന്ന് പോയപ്പോൾ ആ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു, അവളെ കൊന്നു കളഞ്ഞു. അപ്പൊ നിങ്ങൾ മര്യാദക്ക് കാശ് തന്നോ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു നാട്ടിൽ നിന്ന് പോകണം, ദയവ് ചെയ്തിട്ട് ആ ഒരു കാശ് കൊണ്ടാന്ന് പറഞ്ഞിട്ട് ക്യാഷ്
കാശ് പെട്ടിയിൽ പോയിട്ട് ഇത് തുറന്നിട്ട് ആ ഒരു കാശ് മേടിക്കാൻ നിൽക്കുകയാണ്, അതായത് അത് എടുക്കാൻ നിൽക്കുകയാണ്. എന്നാൽ ഇത് കണ്ടപ്പോൾ സുബണ്ണയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് നീ ഒരു തെമ്മാടിത്തരം ചെയ്തു വന്നിട്ട് അതിന്റെ പേരിൽ ഞാൻ നിനക്ക് തരണോ? ഇതും പറഞ്ഞ സുബണ്ണ അനിയനെ പിടിച്ച ഒരൊറ്റ തള്ളാണ്. ഈ തള്ളല് അവൻ തെറിച്ചു പോയി വീണു. ആ വീഴല് അവന്റെ തല ചെന്നിടിച്ചു. അവൻ മരണപ്പെടുകയാണ്, സ്പോട്ടിൽ മരിച്ചു. നമ്മുടെ സുബണ്ണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ എസ്ഐ പറയുന്നു, ഓക്കെ, നിങ്ങളുടെ അനിയനെ നിങ്ങൾ അബദ്ധത്തിൽ കൊന്നു കളഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവന്റെ ബോഡി എവിടെയെന്ന് ചോദിക്കുകയാണ്. ഇതേ സമയത്തിന് സുബണ്ണ പറയാണ്, എനിക്ക് പാചകം ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. എന്നിട്ട് ആ അടുക്കളയുടെ ഭാഗത്തേക്ക്, അടുപ്പിന്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. ബോഡി എവിടെയാ വെച്ചതെന്നൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ സുബണ്ണ പറയാണ്, സാറേ ഞാനൊരു സാധുവായിട്ടുള്ള മനുഷ്യനാണ്, വലിയ ബഹളോ ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടപ്പെടാത്ത സമാധാനമായിട്ടൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതേ സമയത്തിന് എസ്ഐ പറയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിന്റെ അനിയൻ ചെറുക്കന്റെ ആ ഒരു ബോഡി അതെന്ത് കാട്ടി? ഇതേ സമയത്ത് സുബണ്ണ വീണ്ടും പറയാണ്, സാറേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പാചകം ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ സുബണ്ണ നേരെ ആ അടുപ്പിന്റെ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. അതായത് സുബണ്ണ പറയാതെ പറയാണ് എന്താ ചെയ്തതെന്ന്. ഇവിടെ വെച്ചാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരുന്നത്. കഥയുടെ ആരംഭത്തിൽ സുബണ്ണ വെട്ടിമുറിച്ചില്ലേ ഒരു ശരീരം, ആ ശരീരം മറ്റാരുടേതുമായിരുന്നില്ല, ഇയാളുടെ തന്നെ ആ അനിയനായിരുന്നു, അതായത് സംഗീതയുടെ ആ ഒരു കാമുകൻ. എന്തായാലും ആ ഒരു ബോഡി അടുപ്പിലിട്ട് ഇങ്ങനെ കത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഈ സ്മെല്ല് മറ്റേ ആ ഒരു കോൺസ്റ്റബിളിന് നന്നായിട്ട് കിട്ടിയത്. അയാൾക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ സ്മെല്ല് പിടിക്കാൻ നന്നായിട്ട് പറ്റുമല്ലോ. സാറേ ഇതൊക്കെ അറിയാതെ ചെയ്തു പോകുന്നതാണ്, എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് സുബണ്ണ പറയുമ്പോൾ എസ്ഐ പറയണം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആ ചെറുക്കനുണ്ടല്ലോ വിജയ്, അവൻ എവിടെയും ചോദിക്കുമ്പോൾ സുബണ്ണ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ്. എന്ന് ഇതിനും എന്റെ കയ്യിൽ തെളിവുണ്ട് നീ എസ്ഐ പറയാണ്, CCTV വിഷ്വൽസ് തന്നെ. അങ്ങനെ സുബണ്ണ എല്ലാ കാര്യങ്ങളും പറയാണ് കേട്ടോ. അന്ന് എന്റെ അനിയന്റെ ബാഗിൽ നിന്നും ഒരുപാട് ഫോട്ടോകൾ താഴേക്ക് വീണെന്ന് പറഞ്ഞില്ലേ, അതിലൊരു ഫോട്ടോയിലുള്ള പയ്യൻ, അതായത് വിജയ്, അന്ന് രാത്രി അവൻ എന്റെ വീട്ടിലേക്ക് ഓടിക്കയറി വന്നപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. അവന്റെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ നിരപരാധിയാണെന്ന് മനസ്സിലായി. എന്റെ അനിയനാണ് അവന്റെ ഭാര്യയെ കൊന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവനെ സഹായിച്ചു. പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും സുബണ്ണ പറയാണ്. അതുപോലെ തന്നെ അവന്റെ ബോഡി എവിടെയെന്ന് എസ്ഐ ചോദിച്ചപ്പോൾ സുബണ്ണ നേരെ അടുക്കളയുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറയാണ്, സാറേ എനിക്ക് പാചകം ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ആ അടുപ്പിലേക്ക് നോക്കി പറയാണ്. ഇപ്പൊ എസ്ഐക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. എസ്ഐ ചോദിക്കാണ്, ഇതെന്താടാ ഇവിടെ കത്തിക്കുന്നത്, വിറകാണോ അല്ലെങ്കിൽ മനുഷ്യനെയാണോ? സുബണ്ണ പറയാണ്, സാറേ എല്ലാത്തിന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപോലെയല്ലേ. എസ്ഐക്ക് ആണെങ്കിൽ ഇപ്പൊ എന്തോ ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ആവുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കാൻ പറഞ്ഞ ഒരു ചായ ഉണ്ടല്ലോ അത് കൊണ്ടുതരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ചായ സുബണ്ണ നേരെ എസ്ഐക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുബണ്ണ എസ്ഐയോട് ചോദിക്കുന്നുണ്ട്, സാറേ എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ? എന്ത് മാർഗം? കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ 5 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഞാൻ. എനിക്ക് നശിച്ച നാട്ടിൽ നിന്ന് എനിക്ക് പോവും വേണം. ഇപ്പൊ സുബണ്ണ ചോദിക്കണം, അല്ല സാറേ അപ്പൊ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണോ? എനിക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടോ എന്ന് ഈ സുബണ്ണ ചോദിക്കുമ്പോൾ എസ്ഐ പറയാണ്, തെളിവോ? എടാ നിന്നെപ്പോലുള്ളവരൊക്കെ എന്താ കരുതിയത്? ഞങ്ങളെപ്പോലുള്ളവര് ഈ പോസ്റ്റിലേക്ക് വരാൻ വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ട് തല ഉപയോഗിച്ച് പഠിക്കുന്നുണ്ടെന്ന് അറിയോ? 10 പാസ്സായി, +2 പാസ്സായി, പിന്നെ ഡിഗ്രി എടുത്ത് അതിനുശേഷം കുറെ എക്സാമുകൾ എഴുതി പഠിച്ച് തല പോവഞ്ഞ് ഈ പൊസിഷനിലേക്ക് വരണമെങ്കിൽ ഞങ്ങളുടെയൊക്കെ ബുദ്ധി അത് വേറെ ലെവലായിരിക്കുമടാ. തെളിവ് അത് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സുബണ്ണയുടെ ആ ഒരു റേഡിയോ ഉണ്ടല്ലോ അവിടെ ഒളിച്ചു വെച്ച ആ ഒരു ക്യാമറ ഇപ്പൊ ഈ ഒരു എസ്ഐ പോയിട്ട് എടുക്കുകയാണ്. ഇത് തന്നെയാണ് തെളിവ് എന്ന് പറയാണ്. എന്നിട്ട് അതിൽ ആ ഒരു വിഷ്വൽസ് ഓഡിയോസ് ഇത് പ്ലേ ചെയ്യാൻ നോക്കുമ്പോൾ ആണ് അബദ്ധം എസ്ഐക്ക് മനസ്സിലാവുന്നത്. ആ ഒരു മെഷീനില് ബാറ്ററി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അബദ്ധം പറ്റിയെന്ന് ഇപ്പൊ എസ്ഐക്ക് മനസ്സിലായി. ഇപ്പൊ സുബണ്ണ കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. സാറേ ഇതിനൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും വലിയ തലപോഞ്ഞൊക്കെ പഠിച്ചത്? അറ്റ്ലീസ്റ്റ് ഒരു ബാറ്ററി ഇടുന്ന ഒരു കാര്യം പോലും നിങ്ങൾ ചിന്തിച്ചില്ലല്ലോ. ഇതും പറഞ്ഞുകൊണ്ട് സുബണ്ണ കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പൊന്നു സാറേ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാനും പോകുന്നില്ല, നിങ്ങൾ ഈ ഒരു നാട്ടിൽ നിന്ന് പോകാനും പോകുന്നില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് നല്ലൊരു ചികിത്സ കൊടുക്കാനും പറ്റില്ല, അവൾ ഈ നാട്ടിൽ തന്നെ കിടന്ന് ചാവും. ഇതും പറഞ്ഞുകൊണ്ട് ഒരു സൈക്കോപാത്തിനെ പോലെ സുബണ്ണ കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. ദേഷ്യം വന്ന എസ്ഐ അവനെ പിടിച്ച ഒരേറ്റ തള്ളാണ്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് അവനോട് പറയണം, മര്യാദക്ക് കീഴടങ്ങിക്കോ അല്ലെങ്കിൽ ഞാൻ ആകെ പ്രശ്നമാകുന്ന അറിയണം. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും സുബണ്ണയുടെ ഭാഗത്ത് യാതൊരു മറുപടിയില്ല. ചെന്ന് നോക്കുമ്പോൾ എന്താ ഈ പിടിച്ച് തള്ളിയാൽ ഈ കലണ്ടർ തൂക്കാൻ വേണ്ടി ആണി അടിച്ചു വെക്കില്ലേ, ആ ആണിയിൽ പോയിട്ട് തലയുടെ സൈഡ് ഭാഗം കുത്തി തുളന്നുപോയി. നിലത്ത് വീണ സുബണ്ണ ചെറുതായിട്ട് ബ്ലീഡിങ് വന്ന് സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോവാണ്. തലച്ചോറിലാണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത്. എസ്ഐ ആകെ വിറച്ചുപോയി. ഒരു കേസ് അന്വേഷിക്കാൻ വന്നിട്ട് അതിന്റെ പിന്നിലുണ്ടായിരുന്ന 2 ആൾക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. 2 അല്ല 3 പേര്. ഒരാളാണെങ്കിൽ എസ്ഐയുടെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ടിരിക്കുന്നു. മിക്കവാറും അകത്തു പോകും. ഇയാളുടെ ബോഡി കണ്ടാലാണ് അകത്ത് പോകുക. അപ്പൊ എങ്ങനെയെങ്കിലും ഇയാളുടെ ബോഡി ഡിസ്പോസ് ചെയ്യണം. അപ്പൊ എന്താണ് സുബണ്ണ ചെയ്തത്? അതേ കാര്യം തന്നെ എസ്ഐ ഇവിടെ വെച്ച് ചെയ്യാണ്. സുബണ്ണയുടെ ബോഡി ഉണ്ടല്ലോ അത് വെട്ടിമുറിച്ച് പീസ് ആക്കി ആ സുബണ്ണയുടെ അടുക്കളയിലെ അടുപ്പിൽ തന്നെ ഇട്ട് കത്തിച്ചു കളയാണ്. എന്നിട്ട് നന്നായിട്ട് അവിടെ കഴുകി കളയുന്നുണ്ട്. എല്ലാ തെളിവുകളും ഇല്ലാതാക്കി. എന്നാൽ ഇതിനു ശേഷമാണ് മറ്റൊരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. അതായത് എസ്ഐക്ക് ഇപ്പൊ തീരെ വയ്യാതാവുന്നുണ്ട്. ഭയങ്കര വയറുവേദന, ചോര ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. എന്താണ് ഇതിന്റെ കാരണം സുബണ്ണ നേരത്തെ തന്നെ കൊടുത്ത ആ ഒരു ചായയില് ആ ഒരു പച്ചക്കറി കടക്കാരി കൊടുത്ത ആ ഒരു വിഷം ഉണ്ടല്ലോ എലിയെ കൊല്ലാനായിട്ട്, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മുൻകൂർ ജാമ്യം പോലെ സുബണ്ണ അയാളുടെ സേഫ്റ്റിക്ക് വേണ്ടി എടുത്ത ഒരു പരിപാടിയാണ്. എന്തായാലും സുബണ്ണ മരിച്ചതിന് ശേഷം സുബണ്ണ തന്നെ ഈ എസ്ഐയെ കൊല്ലുകയാണ്. മരണപ്പെട്ടതിന് ശേഷം ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാല് എന്തൊരവസ്ഥ അല്ലേ. എന്തായാലും ചോര ഛർദ്ദിച്ചുകൊണ്ട് എസ്ഐ അവിടെ വീണ് മരണപ്പെടുകയാണ്. അതുപോലെ തന്നെ സുബണ്ണ ഒരു കത്ത് എഴുതി വെച്ചിരുന്നല്ലോ സാവിത്രിക്ക് വേണ്ടി. അതായത് അയാൾ ഇഷ്ടപ്പെട്ട
ആ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട്. എന്തായാലും ആ ഒരു കത്ത് താഴേക്ക് വീഴാണ്. ആ ഒരു കത്തിന് തീ പിടിക്കുകയാണ്. അതിന്റെ ഒരു കഷ്ണം മാത്രം ബാക്കിയായിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും സംഭവ സ്ഥലത്തേക്ക് ഓടി വരികയാണ്. ഇതുപോലെ SI മരണപ്പെട്ട് കിടക്കുന്ന സുബണ്ണയെ കാണാനില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു സാവിത്രി, അവർക്ക് ആ കത്തിന്റെ ആ ഒരു കത്തിയ ഭാഗം കിട്ടുകയാണ് കേട്ടോ. അപ്പൊ അതിൽ എഴുതിയ ഒരു കാര്യം മാത്രം നമ്മുടെ സാവിത്രിക്ക് വായിക്കാൻ കഴിഞ്ഞു, ഡിയർ സാവിത്രി. പിന്നീട് എന്താണ് ഈ സുബണ്ണ എഴുതിയതെന്ന് അവർക്ക് വായിക്കാനും ഇനി മനസ്സിലാക്കാനും പറ്റില്ല. കൈക്കുള്ളിൽ വന്ന ആ ഒരു ജീവിതം വീണ്ടും താഴെ വീണ് പൊട്ടിപ്പോയിരിക്കുകയാണ്. ആ ഒരു സ്ത്രീയുടെ ജീവിതം ഇനിയും പഴയതുപോലെ ഒരു ഒറ്റപ്പെട്ട ഏകാന്തമായ ജീവിതം തന്നെ. എന്തായാലും ഇതെല്ലാം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അതായത് ഒരുമാതിരി ഒരു വൃത്തികെട്ട ക്ലൈമാക്സ്, മനസ്സിന് യാതൊരു വിധത്തിലും സമാധാനം തരാത്ത ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ക്ലൈമാക്സ് അല്ലേ. എന്തായാലും ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ക്ലൈമാക്സ് ആയിരിക്കില്ല ഈ സിനിമയ്ക്കെന്ന്. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമന്റ് ബോക്സിലൂടെ പറയുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.